നമസ്കാരം, മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. ചുണ്ടയ്ക്ക കൊടുത്ത് പാവയ്ക്ക വാങ്ങേണ്ടി വരുന്ന അവസ്ഥയിലാണിപ്പോൾ ഇസ്രായേൽ. ഇറാനെ കയറി ചൊറിഞ്ഞു. ഇപ്പോൾ ഇറാൻ ശക്തമായ മുന്നറിയിപ്പ് ഇസ്രായേലിന് നൽകിയിരിക്കുകയാണ്. തിരിച്ചടി ഉണ്ടാകുമെന്ന മുന്നറിയിപ്പ്. എന്തായാലും ഇറാനും ഇസ്രായേലും തമ്മിൽ ഇപ്പോൾ നേർക്കുനേർ നിൽക്കുന്ന ഒരു രംഗമാണ് ലോകം കണ്ടുകൊണ്ടിരിക്കുന്നത്. നയതന്ത്ര കേന്ദ്രത്തിന് നേരെ നടന്ന ആക്രമണത്തിന് ശക്തമായ തിരിച്ചടി ഉണ്ടാകുമെന്ന് ഇറാന്റെ മുന്നറിയിപ്പ്. ഗാസ യുദ്ധം വ്യാപിപ്പിക്കാനുള്ള ഇസ്രായേലിന്റെ ആസൂത്രിത നീക്കത്തിനോടനുബന്ധിച്ചാണ് കോൺസുലേറ്റ് ആക്രമണം ഉണ്ടായതെന്ന് ഇറാൻ വ്യക്തമാക്കി. സിറിയയിലെ തങ്ങളുടെ കോൺസുലേറ്റ് ആക്രമിച്ചതിന് പ്രതികാരം ചെയ്യുമെന്ന ഇറാന്റെ ഭീഷണി. അതിന് പിന്നാലെ മുഴുവൻ റിസർവ് സൈനികരോടും സേനയിൽ പ്രവേശിക്കാൻ ഇസ്രായേൽ ഇപ്പോൾ ഉത്തരവിട്ടിരിക്കുകയാണ്. അവധിയിലുള്ള സൈനികരുടെ അവധി പോലും റദ്ദാക്കിക്കൊണ്ടാണ് ഇസ്രായേൽ ഇത്തരത്തിലൊരു നീക്കം ഇപ്പോൾ നടത്തിയിരിക്കുന്നത്. സിറിയൻ തലസ്ഥാനമായ ദമാസ്കസിലെ ഇറാൻ കോൺസുലേറ്റിന് നേരെയാണ് ഇസ്രായേൽ മിസൈൽ ആക്രമണം നടത്തിയത്. സംഭവത്തിൽ ഇറാന്റെ ഇസ്ലാമിക് റവല്യൂഷണറി ഗാർഡ് കോപ്സിലെ ഉന്നത സൈനിക ഉദ്യോഗസ്ഥർ ഉൾപ്പെടെ നിരവധി പേർ കൊല്ലപ്പെട്ടു എന്നതടക്കമുള്ള വിവരങ്ങൾ കഴിഞ്ഞ ദിവസങ്ങളിൽ നമ്മൾ അറിഞ്ഞതാണ്. അന്ന് തന്നെ ഇറാൻ ഇസ്രായേലിന് മുന്നറിയിപ്പ് നൽകിയതാണ് ഇതിന് തിരിച്ചടി നൽകുമെന്ന്. മാത്രമല്ല, ഇസ്രായേൽ ശിക്ഷിക്കപ്പെടുമെന്നും ഇറാൻ പരമോന്നത നേതാവ് ആയത്തുല്ല അലി ഖാംനഈ പ്രഖ്യാപിച്ചിരുന്നു. അതിനനുസരിച്ചുള്ള നീക്കം ഇപ്പോൾ ഇറാൻ നടത്തുകയാണ്. ഇസ്രായേലിന് ഇപ്പോൾ അടുത്ത ഒരു വെല്ലുവിളിയായി ഇറാൻ ഉയർന്നിരിക്കുകയാണ്. പ്രത്യേകിച്ച് നമുക്കറിയാം, ഗാസയിലെ യുദ്ധം, ഹമാസുമായി നിരന്തര യുദ്ധത്തിൽ ഏർപ്പെട്ടിരിക്കുകയാണ് ഇസ്രായേൽ. അതിനിടയിലാണ് ഇറാനെ ചൊറിഞ്ഞത്. ഇപ്പോൾ ഇറാനും ഒരു കടുത്ത തിരിച്ചടി നൽകുമെന്ന മുന്നറിയിപ്പുമായി ഇസ്രായേലിനെതിരെ കൊമ്പുകോർക്കുകയാണ്. ഇസ്രായേലിനെതിരെ പ്രതികാര നടപടിക്ക് രാജ്യം പ്രതിജ്ഞയെടുത്തതായും ഇറാൻ പരമോന്നത നേതാവ് അറിയിച്ചു. ഇറാന്റെ ധീരരായ സൈനികരാൽ ഇസ്രായേൽ സയനിസ്റ്റ് ഭരണകൂടം ശിക്ഷിക്കപ്പെടും. ഈ കുറ്റകൃത്യത്തിനും മറ്റുള്ളവർക്കും ചെയ്യുന്ന ക്രൂരതയ്ക്കും അവർ പശ്ചാത്തപിക്കേണ്ടി വരുമെന്നും ഖാനഈ തന്റെ സന്ദേശത്തിൽ പറഞ്ഞു. അതിനിടെ ഇറാൻ തിരിച്ചടിച്ചാലും അത്ഭുതപ്പെടാനില്ല എന്ന് മുൻ ഇസ്രായേലി ഇന്റലിജൻസ് മേധാവി അമോസ് യാലിൻ പറഞ്ഞു. ഡമാസ്കസിലെ ഇറാൻ കോൺസുലേറ്റിന് നേരെ നടത്തിയ ആക്രമണത്തിനെതിരെ നേരിട്ടോ അല്ലാതെയോ പ്രതികരിക്കാൻ റമദാനിലെ അവസാനത്തെ വെള്ളിയാഴ്ചയായ ഇന്ന് ചിലപ്പോൾ ഇറാൻ തിരഞ്ഞെടുത്തേക്കുമെന്നാണ് അദ്ദേഹം നൽകുന്ന സൂചന. ഇറാൻ എംബസിയോട് ചേർന്ന് അംബാസഡറുടെ വസതി അടക്കമുള്ള കെട്ടിടമാണ് ഇസ്രായേൽ ആക്രമണത്തിൽ തകർക്കപ്പെട്ടത്. അംബാസിഡർ ഈ സമയം കെട്ടിടത്തിൽ ഉണ്ടായിരുന്നില്ല. ഇറാൻ റവല്യൂഷണറി ഗാർഡ് മുതിർന്ന കമാൻഡർ മുഹമ്മദ് റിസ സഹേദി, കമാൻഡർ മുഹമ്മദ് ഹാദി റഹീമി എന്നിവരടക്കം 7 ഉദ്യോഗസ്ഥരാണ് ഈ ഒരു ആക്രമണത്തിൽ കൊല്ലപ്പെട്ടത്. ഇറാൻ കരസേന, വ്യോമസേന എന്നിവയിലെ മുൻ കമാൻഡറും സൈനിക ഓപ്പറേഷൻസ് ഡെപ്യൂട്ടി കമാൻഡറുമായിരുന്ന സഹേദി വർഷങ്ങൾക്കിടെ മേഖലയിൽ കൊല്ലപ്പെടുന്ന 2ാമത്തെ സൈനിക പ്രമുഖനാണ്. 2020 ബാഗ്ദാദിൽ റവല്യൂഷണറി ഗാർഡ്സ് ജനറൽ ഖാസിം സുലൈമാനിയെ US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന്റെ നിർദ്ദേശപ്രകാരം വധിച്ചതാണ് അവസാന സംഭവം. എന്തായാലും ഇസ്രായേൽ ഇപ്പോൾ വളരെ വലിയൊരു പ്രതിരോധത്തിലാണ് എന്ന് തന്നെ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. ഹമാസിനെ ഉന്മൂലനം ചെയ്യാൻ ഇറങ്ങി പുറപ്പെട്ട ഇസ്രായേലിന് മുന്നിൽ ഇപ്പോൾ ഇറാനും കൂടി വലിയൊരു മുന്നറിയിപ്പുമായി വന്നിരിക്കുകയാണ്. ഇറാനിന്റെ കോൺസുലേറ്റിനെ ആക്രമിച്ചതിൽ ശക്തമായ തിരിച്ചടി നൽകുമെന്ന ഒരു മുന്നറിയിപ്പാണ് ഇറാൻ നൽകിയിരിക്കുന്നത്. അതനുസരിച്ച് അവർ പ്രവർത്തിക്കുമ്പോൾ ഇസ്രായേൽ അതെങ്ങനെ പ്രതിരോധിക്കും എന്നതാണ് ഏറ്റവും ശ്രദ്ധേയമായ കാര്യം. തീർച്ചയായിട്ടും ഇസ്രായേലിലെ എല്ലാ സൈനികരും യുദ്ധക്കളത്തിലിറങ്ങാൻ ഇപ്പോൾ അവർക്ക് നിർദ്ദേശം നൽകിയിരിക്കുകയാണ്. എങ്ങനെയാണ് കാര്യങ്ങൾ പോകുന്നതെന്ന് ലോകം ഉറ്റുനോക്കുകയാണ്. ന്യൂസ് ഡെസ്ക്, മലയാളി വാർത്ത.